കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഉദ്ദേശിച്ച രീതിയിലാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ഇത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് 27ാമത്തെ ഉപമയിലേക്ക് കിടക്കുകയാണ്. ഈ 27ാമത്തെ ഉപമ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാഹചര്യം പരീശന ഭവനത്തിൽ യേശു കർത്താവ് ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ നടന്ന സംഭവങ്ങളാണ്. അപ്പോഴാണ് യേശു കർത്താവ് ഈ ഉപമ ഇവിടെയും പറയുന്നത്. സ്തോത്രം. അവിടെ ഈ ആദ്യത്തെ ഉപമ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം യേശു കർത്താവിനോട് ഒരാൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. 15ാമത്തെ വാക്യം മാത്രം അമ്മാമ ഇത് വായിച്ചാൽ. അപ്പൊ ദൈവരാജ്യത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇനി നോക്കണം, ഈ ഉപമ വേറൊരു ഭാഗത്തുണ്ട്. ഇതേമാതിരിയുള്ള ഒരു ഉപമ സെയിം പോലെ നമുക്ക് തന്നെ തോന്നുന്നു. ആ ഒരു ഉപമയുണ്ട് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ. അതിൻ്റെ സാഹചര്യം വേറെയാണ്, ആ ഉപമയുടെ അർത്ഥം വേറെയാണ്, ഈ ഉപമ വേറെയാണ്. എപ്പോഴും നമ്മൾ രണ്ടായിട്ട് എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായ നിലവാരത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ആ ഉപമ പിന്നീട് ഒരു പ്രാവശ്യം നിങ്ങളെ വീണ്ടും പഠിപ്പിക്കുന്നതായിരിക്കും. അത് ഈ ഉപമയുമായിട്ട് മിക്സ് ചെയ്തല്ല പഠിപ്പിച്ചിരിക്കുന്നത്, കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ഉപമയല്ല. പ്രൈസലോ. സ്തോത്രം. കൂടെ പമ്പയിലിരുന്ന ഒരുത്തൻ ഇത് കേട്ടിട്ട് മേളിൽ പറഞ്ഞ ഉപമ കേട്ടിട്ട് എങ്ങനെയാണ് നീ സീറ്റ് പിടിക്കേണ്ടത്, ആർക്കാണ് നീ ഭക്ഷണം കൊടുക്കേണ്ടത്, ഇത് കേട്ടിട്ട് ഒരാൾ പറഞ്ഞു ദൈവരാജ്യത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞത്, പലരെയും ഞങ്ങൾ ക്ഷണിച്ചു, മുഖ്യ സ്ഥാനം വേണ്ടവെന്ന് നിന്നോടെ പലരെയും ക്ഷണിച്ചു. അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യം വായിച്ചു മാമൻ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ചോദിക്കാനിടയായി. അമ്മാമ്മ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുക. ഞാൻ പറഞ്ഞു അമ്മാമ്മ സൺഡേ ഈവനിങ്ങിൽ ഞാൻ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, അവിടെ വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതുമാണ്, സ്നാനപ്പെട്ടതുമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഞാൻ മർത്തോമ ചർച്ചിൻ്റെ മെമ്പർ ഞങ്ങൾ. കർത്താവിൻ്റെ സദ്യ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ നടന്നിട്ട് കർത്താവ് പറഞ്ഞത് അനുസരിച്ചു എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഇന്ന് അനേകര് സ്നാനപ്പെട്ടാൽ ആദ്യം രക്ഷിക്കപ്പെടണമെന്നുള്ള ചിന്തയുള്ളായിരുന്നു. സ്നാനപ്പെട്ടാൽ ഞാൻ അങ്ങ് പോകും എന്നുള്ള ചിന്തയിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, കർത്താവ് പറഞ്ഞത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരും അവൻ്റെ ഭക്ഷണം അല്ലെന്നുണ്ടെങ്കിൽ ക്ഷണിക്കപ്പെട്ട പുരുഷന്മാർ ആരും അവൻ്റെ അത്താഴം കഴിക്കാൻ ഇടവരത്തില്ല.
പലരുടെ ഒരു ചിന്തയുണ്ട്. പലരും പറഞ്ഞ് നമ്മളെല്ലാം കേൾക്കുന്ന പലരും ഡിബേറ്റ് ചെയ്യുന്ന ഒരു വിഷയം ഞാനിവിടെ ഡീൽ ചെയ്യാനായിട്ട് അല്പമായിട്ട് ഡീൽ ചെയ്യാൻ പോവാണ്. സ്തോത്രം, ശ്രദ്ധിച്ചോണം. രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടത്തില്ലയോ? പേര് മായിച്ചു കളയുമോ മായിച്ചു കളയത്തില്ലയോ? ബ്രദറുകാർ പറയുന്നു മായിച്ചു കളയത്തില്ല എന്ന്, പെന്തിക്കോസ്തുകാർ പറയുന്നു മായിച്ചു കളയുമെന്ന്. ഐ ഡോണ്ട് കെയർ, മായിക്കുമോ മായിക്കത്തില്ലയോ? പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, തന്റെ ഉപമകളിലൂടെ ഏറ്റവും സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ അറിയാം, ക്ഷണിക്കപ്പെട്ട പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല. നോക്കണം, ആരെയാണ് ക്ഷണിച്ചത് നോക്കണം. ക്ഷണിക്കുന്നത് എപ്പോഴും വേണ്ടപ്പെട്ടവരെയാണ്, എനിക്കുള്ളവരെന്ന് കരുതിയവരെയാണ് ക്ഷണിക്കുന്നത്. പക്ഷേ ഇവരെല്ലാം ഓരോ ഉപാധി പറഞ്ഞു. ഞാൻ അവിടെ നിന്നാൽ എന്താ ഇവിടെ രക്ഷ കിട്ടത്തില്ലയോ? ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നു കഴിയേണ്ട ഒരാളെന്നോട് പറഞ്ഞു, എതുവഴി പോയാലും അങ്ങോട്ടല്ലയോ പോകുന്നത്? മർത്തോമായി കൂടെ പോയാലും യാക്കോബായി കൂടെ പോയാലും കത്തോലിക്കയിൽ കൂടെ പോയാലും എല്ലാം അതുമല്ല, ഒരേ ദൈവത്തെയല്ലേ വിളിക്കുന്നത്, വേറെ ദൈവത്തെ ഒന്നും അല്ലല്ലോ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അടുത്ത അറിയുമ്പോഴാണ്, അടുത്ത ഉപമ കേൾക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പോകുന്നത്. പ്രൈസറാണ്. അടുത്ത ഉപമയിലൂടെ വളരെ വ്യക്തമായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനായിട്ട് പോവുകയാണ്. ദൈവവേദന എപ്പോഴും ചിന്തിച്ചു കൊള്ളണം, കർത്താവ് പറയുന്നത് അനുസരിച്ചിട്ട് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പേര് മായിക്കുമോ മായിക്കത്തില്ലയോ എന്നുള്ളതല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, ആ ക്ഷണിക്കപ്പെട്ട പുരുഷന്മാർ ആരും എന്നെ എത്താനും ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി മായിക്കോ മായിക്കാതിരിക്കാതെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്റെ വിഷയമല്ല. അതിനുവേണ്ടി ഡിബേറ്റ് ചെയ്യാതിരിക്കുകയോ. ഒരു കാര്യം യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് എന്റെ അടുക്കൽ വരാത്തവൻ, എന്റെ അത്താഴത്തിന് വരാത്തവൻ ഞാൻ എല്ലാത്തിനും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. അവിടെ കർത്താവാണ് ഒരുക്കുന്നത്. അവിടെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിയമമാണ്. അത് നിന്റെ നിയമമല്ല. പ്രൈസ് ദി ലോർഡ്. നീയല്ല ദൈവം തീരുമാനം എടുത്തിരിക്കുന്നത്. യേശു കർത്താവാണ് രക്തം കൊടുത്ത് വാങ്ങിയവനാണ്, വില കൊടുത്തവനാണ് തീരുമാനിക്കേണ്ടത്. നീയല്ല തീരുമാനിക്കേണ്ടത് നീ എവിടെ പോകണമെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഇഷ്ടപ്രകാരം നടന്നിട്ട് എനിക്ക് അവിടെ ഉണ്ട്, എനിക്ക് ഇന്നതുണ്ട്, അവിടെ വലിയ കാര്യമുണ്ട്, ഇവിടെ വലിയ കാര്യമുണ്ട്, എവിടെ എന്തോ വലിയ കാര്യമുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞിടത്ത് നീ വന്നില്ലെന്നുണ്ടെങ്കിൽ നീ ആസ്വദിക്കത്തില്ല. ഇത്രേ ഉള്ളൂ. അതിനകത്ത് കർത്താവ് വലിയൊരു അത്താഴം ഒരുക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവൈദ്യരെ ആ അത്താഴത്തിൽ പങ്കുചേരുവാൻ യോഗ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ക്ഷണം സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുന്നു. ഈ ഉപമ ഇതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ ഉപമ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും